ഹേ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു ന്യൂ വ്ളോഗ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഊട്ടിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഊട്ടിയിൽ ഞങ്ങൾ കിന്നക്കുറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. ഊട്ടിയിലെ ഏറ്റവും ലാസ്റ്റ് ഗ്രാമമാണ്. ഊട്ടിയിൽ നിന്നും ഏകദേശം ഒരു 55 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് കിന്നക്കുറ വരുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ വന്നു. ഞങ്ങൾക്കിവിടെ മഴവെളിനെ കാണാൻ പറ്റി, നല്ല ക്ലൈമറ്റ് കിട്ടി, എല്ലാം കൊണ്ടും ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഗൈസ്, ദിസ് ഈസ് മൈ ടീം and they are awesome. But these guys are awesome, guys. Give them a support. I know. Just stretch 200 kilometers. The Sriraj is going to achieve that milestone. ഹായ് ഗായ്സ്, കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചായ കുടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ചായ കുടിക്കുന്നു. ഷാൽ കീപ് യു പോസ്റ്റഡ്. താനാരോ താൻ തന്നെ കെട്ടും കഥയാണോ, നേരാണോ നേരാൽ നോവും കനലാണോ, ഓരോരോന്നും ശീലം മാറ്റും കാലം കേറുന്നേ. വയസ്സുകാലത്ത് ഓരോരുത്തവരുടെ ഭ്രാന്തി. വയസ്സുകാലത്ത് ഓരോ ഭ്രാന്തി. ഞാൻ കണ്ടില്ലേ, പ്രായമായി അടങ്ങിയിരിക്കുന്നുണ്ട്. എന്തെങ്കിലും കാണിച്ചു. ഞാൻ പറഞ്ഞല്ലോ, വറുത്തടിച്ചാൽ മതി. എന്നെ കുറുകുറുന്ന് പാക്കറ ഓരാണേ ഓരെന്താലെങ്ങും പൊടിയാണേ, നാടോടുമ്പോ കണ്ണും പൊത്തി കാഴ്ച മറയ്ക്കുന്നോ, താനെങ്ങോട്ടാണെന്നോ ഇങ്ങോ മായുന്നോ. ഗൈസ്, അപ്പോൾ ഇതാണ് ഊട്ടിയിലെ ഏറ്റവും ലാസ്റ്റ് ഗ്രാമം. ഒന്നും പറയില്ല, വെർത്താണ് ഇവിടെ വരുന്നത്. സെറ്റ് ക്ലൈമറ്റ് ഇട്ടോ, മഴവില്ല നല്ല അടിപൊളി. ക്യാമറമാൻ നനയുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്റെ സൗണ്ട് എനിക്ക് ഇഷ്ടമാണെന്നാണോ? സൗണ്ടാ, പക്ഷെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ലേ. പ്രണോസോമനായിപ്പോയി ഈ ലൈഫിൽ. ജീവിച്ച് തീർക്കുക. ഊട്ടിനെ കുറിച്ച് ഊട്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഊട്ടി ഭയങ്കര ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ളൊരു പ്ലേസാണ്. പണ്ട് കാലത്ത് ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് യുദ്ധം ചെയ്ത് കഴിഞ്ഞ് വരുന്ന രാജാക്കന്മാരെ ഊട്ടിയ ഒരു നാടാണ് ഊട്ടി. അങ്ങനെയാണല്ലോ ഊട്ടി എന്ന് വരുന്നത്. ഊട്ടുന്ന നാട് ഊട്ടി. അങ്ങനെയാണ് ഊട്ടി. ഓ മൈ ഗാഡ്. അങ്ങനെ പറഞ്ഞുണ്ടാക്കിയ കഥയാണ്. ഞാനല്ല, എനിക്കിതിലൊരു ഉത്തരവാദിത്വമില്ല. സത്യമാണോ ഈ കേട്ട? സത്യമാണോ? അതെ അതെ ആണല്ലേ. ടിപ്പു സുൽത്താൻ വന്നിട്ട് ഊട്ടി വന്നിട്ട് ഫിഷ് കറി മീൽസ് കഴിച്ചു. എന്താണ് അവർ പറഞ്ഞത്? കാര്യമായിട്ടോ അങ്ങനെയാണ് ഊട്ടി എന്നുള്ള പേര് വന്നത്. എത്രമാത്രം സത്യം. ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് അവർക്ക് ഭക്ഷണത്തിനും കാര്യങ്ങളും ബുദ്ധിമുട്ടില്ലാതെ നമ്മുടെ ഒരു അത്താണി പോലെ, ഇതിപ്പോ ചുമട്ട് തൊഴിലാളികൾക്കിടയിൽ ചുമട് ഇറക്കി വെക്കാൻ നമുക്കൊരു അത്താണി എന്നുള്ള പോലെ
അവർക്ക് ഭക്ഷണവും കാര്യങ്ങളും ഇതെല്ലാത്തിനും ഇത് ചെയ്ത് കൊടുത്തിരുന്നത് ഈ ഊട്ടി എന്ന് പറയുന്ന പ്രദേശം. അന്ന് ഊട്ടിയല്ല, അതിനൊരു പേരിടാത്തൊരു പ്രദേശമായിരുന്നു അത്. അതിന് പിൻകാലത്ത് ഊട്ടി എന്ന് പേര് വരാൻ കാരണം അവർക്ക് അവിടെ വെച്ച് ഭക്ഷണങ്ങൾ കൊടുക്കുകയും കാര്യങ്ങളും ചെയ്തതിന് ശേഷമാണ് ആ സ്ഥലത്തിന് ഊട്ടി എന്ന് വിളിച്ചു തുടങ്ങി. അത് എല്ലാവരെയും കൊണ്ടുവന്ന് ഊട്ടി എന്നുള്ളതിന്റെ ഒരു ഇതാണ്. ഒരു നാടൻ നെയ്മാണ്, അതാണത്, ഒരു നാടൻ നെയ്മാണ്. അന്ന് ഈ തമിഴരും ഇങ്ങനെ പറയാം, നമ്മൾ ഭക്ഷണങ്ങൾ ഊട്ടി അങ്ങനെ നമ്മൾ കഴിച്ചു അല്ലെങ്കിൽ കൊടുത്തു എന്ന് പറഞ്ഞ പോലെ ഒരു ഊട്ടി എന്ന് പറയാം. അങ്ങനെ പറഞ്ഞു അവരെ ഭക്ഷണം ഊട്ടി എന്ന് പറഞ്ഞ് പിന്നീട് അത് ഊട്ടിയായി. ഓ ഇത് എനിക്കറിയില്ലായിരുന്നു, ഇത്ര വലിയ ഐതിഹ്യം. അതാണ് ഇതിന്റെ പുറകില്. നിങ്ങളെല്ലാവരും ഊട്ടിയിൽ പോകും, പക്ഷെ ഇതിന്റെ പുറകിലുള്ള ശാസ്ത്രം നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ വീണ്ടും കാണും വരെ വളരെ നല്ല മനുഷ്യനാണ്. പിന്നെ എപ്പോഴും ഞാൻ ഓഫീസിൽ വരുന്നതന്നെ ശ്രീരാജിനെ കാണാനാണ്. എത്ര കണ്ടാലും മതിയാകത്തില്ല.